ഹല്ലേലൂയ. പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതിനായി യേശു രാജാവ് ഒരിക്കൽ കൂടി അനുവദിച്ചതിനെ ഓർത്ത് യേശു രാജാവിന് മഹത്വം നന്ദി പറയുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, ജ്ഞാനത്തിൻ്റെ വടി കയ്യിലെടുക്കുക. ആത്മാവിൻ്റെ ജ്ഞാനം കൊണ്ട് നിറയുക. ജ്ഞാനികളിൽ ചിലർ വീഴുമെന്ന് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ജ്ഞാനം ആർജിച്ചിട്ടുള്ള വ്യക്തികൾക്ക് വീഴാൻ കഴിയുകയില്ല. അവർ വീഴുകയില്ല. അവരെ വീഴ്ക്കുവാൻ സർവശക്തനായ ദൈവം അനുവദിക്കില്ല. കാരണം അവന് ഭൂമിയിലെ അറിവും വിശുദ്ധ ഗ്രന്ഥത്തിലെ ജ്ഞാനവും ജ്ഞാനത്തിനൊക്കെ അപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ ആത്മാവുമായിട്ടുള്ള സംസർഗവും അതിൽ നിന്നുള്ള കാഴ്ചപ്പാടുകളും ഉണ്ടെങ്കിൽ, അവനൊരു പ്രവാചകപരവും പ്രബോധന ജ്ഞാനപരവും ഉണ്ടെങ്കിൽ അവനെ വീഴിക്കുക സാധ്യമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ആധുനിക കാലഘട്ടത്തെ നാം നോക്കിക്കാണേണ്ടത് യുഗാന്ത്യം എന്ന ലക്ഷ്യത്തോടെയാണ്. യുഗം അവസാനിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2025 എന്ന വർഷം എന്ന് പറയുന്നത് AD 33 മുതൽ 1000 കൂട്ടുമ്പോൾ 1033, പിന്നെ കൂട്ടുമ്പോൾ 2033, അങ്ങനെ 2033 എത്താൻ ഏതാനും വർഷങ്ങൾ കൂടി മാത്രം നമ്മുടെ മുമ്പിൽ അവശേഷിച്ചിരിക്കെ ക്രിസ്ത്യാനികളുടെയും ക്രിസ്തു മതത്തിൻ്റെയും ക്രിസ്തീയ തത്വശാസ്ത്രങ്ങളുടെയും അന്ത്യം കുറിക്കുന്ന ഒരു അവസാന തിരഞ്ഞെടുപ്പിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കേരളം അതിൻ്റെ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇത് ശരിക്കും ആത്മീയ തലത്തിൽ പഠിച്ചാൽ ക്രിസ്ത്യാനികളുടെ അന്ത്യം കുറിക്കുന്ന ഒരു അവസാനത്തെ തിരഞ്ഞെടുപ്പാണ്. കാരണം ഈ 26 കാലഘട്ടം വന്ന് അതിൽ നിന്ന് 5 കൂട്ടുമ്പോൾ 26, 5, 31 വരും. 30 മുതൽ എതിർ ക്രിസ്തു ലോകത്തിൽ അധികാരത്തിൽ വരുന്ന കാലഘട്ടം ആരംഭിക്കും. ലോകത്ത് അതിനു മുമ്പുള്ള 3.5 വർഷത്തെ യുദ്ധം, വലിയ ആഗോള യുദ്ധത്തിൻ്റെ 3ാം ലോക മഹായുദ്ധത്തിൻ്റെ തുടക്കം 2027 ആരംഭിക്കുന്ന കാലഘട്ടം വരുമ്പോൾ ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടികൾ ഭരിച്ചാലും ഏത് വ്യക്തികളുടെ നന്മയുണ്ടെങ്കിലും ഒന്നും ഫലവത്തല്ലാത്ത വിധം ക്രിസ്തീയതയെയും ക്രിസ്തു മതത്തെയും ക്രിസ്ത്യ തത്വ സംഹിതകളെയും ക്രിസ്ത്യൻ ദേവാലയങ്ങളെയും ക്രിസ്ത്യൻ കുടുംബങ്ങളെയും ക്രിസ്ത്യൻ പെൺകുട്ടികളെയും ക്രിസ്ത്യൻ മതപുരോഗതിനെയും കന്യാസ്ത്രീ മഠങ്ങളെയും എല്ലാം ബാധിക്കുന്ന ഒരു അതിഭയാനകമായ സംഭവമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. എന്നും മനസ്സിലാക്കാൻ അല്പമെങ്കിലും ചിന്താധാരയുള്ള, ചിന്തനീയമായ, അല്പമെങ്കിലും ആത്മീയ തലത്തിലിരുന്ന് ചിന്തിക്കുന്ന വ്യക്തി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിനെ നമ്മൾ ആ രീതിയിൽ കണ്ടുകൊണ്ട് ഒരു തിരഞ്ഞെടുപ്പ് ബൂത്തിലേക്ക് നമ്മൾ പോകണം. ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുകയില്ല. പക്ഷേ ആത്മീയ തലത്തിലെ ചിന്ത നമ്മുടെ അന്ത്യം കുറിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് കടന്നു പോകുന്നതെന്നും മഹാപീഡനത്തിൻ്റെ തൊട്ടുമുമ്പുള്ള കാലഘട്ടമാണിതെന്നും വിശുദ്ധിയും ജ്ഞാനവും വിവേകവുമില്ലാത്ത ഒരു വ്യക്തികളെയും ഭൂമുഖത്ത് സർവശക്തനായ ദൈവം വെച്ചേക്കില്ലെന്നും മനസ്സിലാക്കിക്കൊണ്ട് നാം മുന്നോട്ട് പോകണം. കാരണം നാം ആയിരിക്കുന്നത് വെളിപാടിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ അതിൻ്റെ 1-ാം തിരുവചനത്തിലൂടെ കടന്നു പോവുകയാണ്. വെളിപാടിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ അവിടുന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ നാം വ്യക്തമായിട്ട് കാണുകയാണ്. അതായത് വമ്പ് പറയുന്ന ഒരു വായ അതിന് നൽകപ്പെട്ടു. ആ നൽകപ്പെട്ട വായിൽ കൂടിയാണ് ഇന്ന് നാം അശുദ്ധവും മ്ലേച്ഛതുമായ എല്ലാം കാണുന്നതും കേൾക്കുന്നതും. ആ സ്ഥിതിക്ക് അത് കൂടുതൽ തീക്ഷ്ണതയോടെ സംസാരിക്കുന്ന റോബോട്ടിക് സംവിധാനങ്ങളും ക്വാണ്ടം കമ്പ്യൂട്ടറുകളും ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നാം അതിൽ നിന്ന് ശ്രവിക്കുന്നതും കേൾക്കുന്നതും ഒന്നും നമ്മുടെ ആത്മീയ അഭിവൃദ്ധിക്കല്ല, ആത്മീയ ഭൗതിക നാശത്തിൻ്റെ താക്കോലുകളായിട്ട് മാറും. അതുകൊണ്ട് പ്രിയ സഹോദരനെ, വളരെ ചിന്തയോടെ, വളരെ ബുദ്ധിയോടെ, വളരെ ആത്മീയ കാഴ്ചപ്പാടോടെ നാം തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലേക്ക് പോകണം. ഇനി 5 വർഷത്തെ തിരഞ്ഞെടുപ്പും അതിൻ്റെ പുതിയൊരു തിരഞ്ഞെടുപ്പും വരുന്നതിന് മുമ്പ് ലോകം യുദ്ധത്തിലേക്ക് പ്രവേശിക്കുകയും എല്ലാം നാശവും നഷ്ടവുമാകുന്ന പശ്ചാത്തലം മുമ്പിൽ നിൽക്കുന്ന കാലഘട്ടത്തിൽ കടന്നു പോവുകയാണ്. അതുകൊണ്ട് വളരെ ബുദ്ധിപൂർവ്വം നമ്മുടെ കത്തോലിക്ക സഭയും ക്രിസ്ത്യാനിറ്റിയും യേശു ക്രിസ്തുവിൻ്റെ മഹത്വവും നശിപ്പിക്കുകയും വലിച്ചു കീറുകയും തല്ലിക്കൊല്ലുകയും ചെയ്യുന്ന ആ തത്വസംഹിതകളെ, ക്രിസ്ത്യൻ കത്തോലിക്ക സഭാ സംവിധാനങ്ങളെ തകർക്കുന്ന ഒരു വലിയ പശ്ചാത്തലം ഇതിന് പിന്നാലെ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ചിന്തിച്ചുകൊണ്ട് പഠിച്ചും പ്രാർത്ഥിച്ചും ഒരുങ്ങിപ്പോയി നാം ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. കാരണം നമുക്കറിയാം, മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് അധികാരം, വെളിപാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം 15-ാം തിരുവചനം, മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ജീവശ്വാസം പകരാൻ അതിന് അനുവാദം കൊടുക്കപ്പെട്ടു. പ്രതിമയ്ക്ക് സംസാരശക്തി ലഭിക്കാനും പ്രതിമയെ ആരാധിക്കാതെ കൊല്ലിക്കാനും വേണ്ടിയായിരുന്നത്. ചെറിയവരും വലിയവരും
ധനികനും ദരിദ്രനും സ്വതന്ത്രരും അടിമകളുമായ എല്ലാവരുടെയും വലത്തുകയിലോ നെറ്റിയിലോ മുദ്ര കുത്തണമെന്ന് അത് നിർബന്ധിച്ചു. മൃഗത്തിന്റെ നാമമോ നാമത്തിന് സംഖ്യയോ മുദ്രയോ അടിക്കപ്പെടാത്തവർക്ക് കൊടുക്കൽ വാങ്ങൽ അസാധ്യമാക്കാൻ വേണ്ടിയായിരുന്നു ഇത്. ഇവിടെയാണ് ജ്ഞാനം ആവശ്യമായി വരുന്നത്. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ കണക്കുകൂട്ടട്ടെ. അതൊരു മൃഗത്തിന്റെ സംഖ്യയാണ്. ആ സംഖ്യ 666. ഞാനിത് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ഒരു ഇലക്ഷനൊക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ അടുത്ത 26-ൽ നിയമസഭാ ഇലക്ഷനോടൊക്കെ കഴിഞ്ഞ് നമ്മളൊരു അധികാര സംവിധാനത്തിൽ വരുമ്പോൾ, ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നമ്മുടെ നമ്മുടെ രാജ്യം സംസ്ഥാനമൊക്കെ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങൾ കൂടി ഓർത്തുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അതായത് ഇനി ഒരു ശുഭമുഹൂർത്തങ്ങൾ, ഒരു പുരോഗതി, ഒരു അഭിവൃദ്ധി, ഒരു ചൈതന്യം അതല്ല ഇനി ലോകത്തും സഭയിലും സംഭവിക്കുന്നത്. എല്ലാത്തിൻ്റെയും നാശം, എല്ലാത്തിൻ്റെയും അവസാനം, എല്ലാത്തിൻ്റെയും ഒടുക്കം, എല്ലാത്തിൻ്റെയും തകർച്ച. ആ പശ്ചാത്തലത്തിൽ നാം ചിന്തിക്കണം, അതിനെ പഠിക്കണം, ഇതിനെ വിലയിരുത്തണം. ഇവിടെ കർത്താവ് പറയാണ്, ഇവിടെയാണ് ജ്ഞാനം ആവശ്യമായി വരുന്നത്. ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു, ജ്ഞാനത്തിൻ്റെ വടിയെടുത്ത് പെരുമ്പാമ്പിനെയും പാമ്പിനെയും അണലികളെയും തല്ലുകയും കൊല്ലുകയും ഓടിക്കുകയും ചെയ്യാൻ നിനക്ക് കഴിവും ശക്തിയുമില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞത്. അത് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ കൂടെ നമുക്കൊരു അല്പം പോയി നമുക്ക് ചിന്തിക്കാം. പ്രിയപ്പെട്ടവരെ, അവിടെ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 35-ാം തിരുവചനത്തിൽ കർത്താവ് ഇങ്ങനെ പറയാണ്. എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? അതിങ്ങനെ പറഞ്ഞിരിക്കുന്നു. വെളിപ്പാട് എസെക്കിയേൽ 16:30 അവിടെ ഇങ്ങനെ കണ്ടു. ലജ്ജയില്ലാത്ത വേശ്യയെപ്പോലെ നീ ചെയ്യുന്ന ഈ പ്രവൃത്തികൾ നീ എത്ര കാമാതുരയാണെന്ന് വ്യക്തമാക്കുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, വഴിക്കവരങ്ങളിൽ ഭദ്രപീഠവും പൊതുസ്ഥലങ്ങളിൽ ഉന്നത മണ്ഡപങ്ങളും നീ സ്ഥാപിച്ചു. എന്നാൽ പ്രതിഫലം വെറുത്തിരുന്നതിനാൽ നീ വേശ്യയെപ്പോലെ ആയിരുന്നില്ല. ഭർത്താവിന് പകരം അന്യപുരുഷന്മാരെ സ്വീകരിക്കുന്ന സ്വൈരിണിയായ ഭാര്യയെപ്പോലെയാണ് നീ. ഇനി അവിടുത്തെ പറഞ്ഞു വന്നിട്ട് കർത്താവ് പറയാണ്, 35 മുതലേക്ക് വരാം. കർത്താവ് വിളിക്കുന്നത് അഭിസാരികയെ എന്ന് പറഞ്ഞാൽ വേശ്യയെ എന്ന് വിളിച്ചുകൊണ്ടാണ് കർത്താവ് സംസാരിക്കുന്നത്. വെളിപാട് എസെക്കിയേൽ 16:35. കർത്താവിൻ്റെ വചനം കേൾക്കുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നീ കാമുകന്മാരോടൊപ്പം വ്യഭിചാരത്തിൽ നിർലജ്ജം നിന്റെ നഗ്നത തുറന്നു കാട്ടി. അതിൻ്റെ അർത്ഥമാണ് ബ്ലൂ ഫിലിം കാട്ടി. നീ വിഗ്രഹങ്ങൾ നിർമ്മിക്കുകയും നിന്റെ മകളുടെ രക്തം അവയ്ക്ക് അർപ്പിക്കുകയും ചെയ്തു. അതാണ് ബ്ലാക്ക് മാസുകളും ഇന്നത്തെ അബോർഷനുകളും. അതിനാൽ നിന്നോടൊപ്പം രമിച്ച എല്ലാ കാമുകന്മാരെയും നീ സ്നേഹിക്കുകയും വെറുക്കുകയും ചെയ്ത എല്ലാവരെയും ഞാൻ ഒരുമിച്ച് കൂട്ടും. അവർ കാണേണ്ടതിന് അവരെ നിനക്ക് ചുറ്റും ഒരുമിച്ച് കൂട്ടി അവരുടെ മുമ്പിൽ നിന്റെ നഗ്നത ഞാൻ അനാവരണം ചെയ്യും. വിവാഹബന്ധം വിച്ഛേദിക്കുകയും കൊലപാതകം നടത്തുകയും ചെയ്യുന്ന സ്ത്രീകളെ വിധിക്കുന്നത് പോലെ നിന്നെ ഞാൻ വിധിക്കും. ക്രോധത്തോടും അസൂയയോടും കൂടെ ഞാൻ നിന്നെ രക്തത്തിലാർത്തും. ഞാൻ നിന്നെ നിന്റെ കാമുകന്മാരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കും. അവർ നിന്റെ ഭദ്രപീഠങ്ങൾ തട്ടിത്തകർക്കുകയും ഉന്നത മണ്ഡപങ്ങൾ ഇടിച്ചു നിരത്തുകയും ചെയ്യും. നിന്റെ വസ്ത്രങ്ങൾ അവർ ഉരിഞ്ഞു കളയും, ആഭരണങ്ങൾ അവർ അപഹരിക്കും. അവർ നിന്നെ നഗ്നയും അനാവൃതയുമായി ഉപേക്ഷിക്കുകയും അവർ നിനക്കെതിരെ സൈന്യത്തെ അണിനിരത്തുകയും ചെയ്യും. അവർ നിന്നെ കല്ലെറിയുകയും വാളുകൊണ്ട് വെട്ടി നുറുക്കുകയും ചെയ്യും. നിന്റെ ഭവനങ്ങൾ അവർ അഗ്നിക്കിരയാക്കും. അനേകം സ്ത്രീകളുടെ കൺമുമ്പിൽ വെച്ച് നിന്റെ മേൽ അവർ ശിക്ഷാവിധി നടപ്പാക്കും. നിന്റെ വ്യഭിചാരം ഞാൻ അവസാനിപ്പിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വ്യഭിചാരം എന്ന വാക്ക് അഥവാ സെക്സ് എന്ന വാക്ക് എന്താണ്? അത് വ്യഭിചാരത്തെ സൂചിപ്പിക്കുന്ന സെക്സ് എന്ന വാക്ക് തന്നെ വ്യഭിചാരത്തെ സംബന്ധിക്കുന്ന എല്ലാവിധ സംവിധാനങ്ങളെയും അതിൻ്റെ ഉപകരണങ്ങളെയും എല്ലാം കർത്താവ് അർത്ഥമാക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ സെക്സ് എന്നൊരു വാക്ക് പറഞ്ഞാൽ തന്നെ അത് വ്യഭിചാരത്തെയും അതിന് സിമ്പൽ രൂപമായ പാമ്പിനെയും അതിന് പാമ്പിനോട് ചേർന്ന് വരുന്ന എല്ലാ സംവിധാനങ്ങളും, നൃത്തച്ചുവടുകളാകാം, അല്ലെങ്കിൽ അതിൻ്റെ സംഭാഷണങ്ങളാവാം, അതിൻ്റെ ഡാൻസുകളാകാം, ഇന്ന് കാണുന്ന എല്ലാ സംവിധാനങ്ങളുടെയും പിന്നിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഇത് നമ്മൾ ശരിക്കും ജ്ഞാനത്തിൻ്റെ തലം ഉപയോഗിച്ച് ശ്രദ്ധിച്ച് വായിച്ച് സൂക്ഷിച്ച് പഠിച്ച് അതനുസരിച്ച് തൻ്റെ ചുവടുകളെ മുന്നോട്ട് വെച്ചില്ലെങ്കിൽ നാം പിഴയ്ക്കും, നശിക്കും. കർത്താവ് പറയുകയാണ്, എന്താ പറയുക? നിന്റെ വ്യഭിചാരം ഞാൻ അവസാനിപ്പിക്കും, നിന്റെ ഭവനങ്ങൾ ഞാൻ അഗ്നിക്കിരയാക്കും. വായിച്ചു പഠിക്കണം ഇവിടെ. എസെക്കിയേൽ പുസ്തകം 16-ാം അധ്യായം
40 തിരുവചനം. ഇത് സംഭവിക്കാനിരിക്കുക തൊട്ടടുത്ത്. ഇതടുത്ത് തന്നെ നമ്മുടെ കത്തോലിക്ക സഭയിലും ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, നാം ഇലക്ഷനൊക്കെ നേരിടുമ്പോൾ ഈ ഒരെലക്ഷൻ കൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തൊട്ടുമുമ്പിൽ വരുന്നത് ലോകത്തിൻ്റെ അവസാനം, യുഗാന്ത്യം, ആഗോള യുദ്ധത്തിലേക്ക് ലോകം പ്രവേശിക്കുന്ന വലിയ നിർണായകമായ ഘട്ടത്തിലേക്ക് വരുമ്പോൾ നാം പാമ്പിൻ്റെ കൂടെയാണോ പ്രാവിൻ്റെ കൂടെയാണോ എന്ന് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യണം. പ്രാവ് പരിശുദ്ധാത്മാവിൻ്റേത്, വചനത്തിൻ്റേത്, ആരാധനയുടേത്, കുദാശകളുടേത്, കുർബാനകളുടേത്, ഏകദിന ശുശ്രൂഷകളുടേത്, ധ്യാനത്തിൻ്റേത്, ദൈവവചനത്തിൻ്റേത്, പ്രാർത്ഥനകളുടേത്, യേശുവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രാർത്ഥനകളും എല്ലാം പ്രാവിൻ്റെ പക്ഷമാണ്. എന്നാൽ പാമ്പിൻ്റെ പക്ഷം ഏതാണ്? അതാണ് ഇന്നത്തെ സിനിമകൾ, സീരിയൽ, ആ രീതിയിലുള്ള ചിന്തകൾ, അങ്ങനെ മുന്നോട്ട് പോയിക്കോട്ടെ. ഇതിൻ്റെ എല്ലാം പിന്നിൽ നിഗൂഢമായിട്ടിരിക്കുന്ന രഹസ്യം എന്നൊരു പാമ്പാണ്. ആ പാമ്പിൻ്റെ പ്രവൃത്തിയുടെ നിഗൂഢ രഹസ്യം നാം എന്താണ് പറയുന്നത് അത് നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ച് പഠിച്ച് ജ്ഞാനത്തെ ഉപയോഗിച്ച് നാം മുന്നോട്ട് പോയില്ലെങ്കിൽ കർത്താവ് പറയാണ്, നിന്റെ ഭവനങ്ങൾ അവർ അഗ്നിക്കിരയാകും. അനേകം സ്ത്രീകളുടെ കൺമുമ്പിൽ വെച്ച് നിന്റെ മേൽ ഞാൻ ശിക്ഷാവിധി നടപ്പാകും. നിന്റെ വ്യഭിചാരം ഞാൻ അവസാനിപ്പിക്കും. അത് കഴിഞ്ഞ് കർത്താവിനെ പറയാണ്, ഇത്തരം പ്രവൃത്തികൾ കൊണ്ട് എൻ്റെ ക്രോധം ജ്വലിപ്പിക്കുകയും ചെയ്തതിനാൽ നിന്റെ തെറ്റുകൾക്കുള്ള ശിക്ഷ നിന്റെ തലയിൽ തന്നെ ഞാൻ വരുത്തും. നിന്റെ എല്ലാ മ്ലേച്ഛതകൾക്കും ഉപരിയായി നീ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടല്ലോ, ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. പഴഞ്ചൊല്ല് ഇഷ്ടപ്പെടുന്നവർ നിന്നെപ്പറ്റി അമ്മയെപ്പോലെ മകളും എന്ന പഴമൊഴി ഉപയോഗിക്കും. ഭർത്താവിനെയും കുട്ടികളെയും വെറുത്ത അമ്മയുടെ മകളാണ് നീ. ഭർത്താക്കന്മാരെയും കുട്ടികളെയും വെറുത്ത സഹോദരിയുടെ സഹോദരിയാണ് നീ. ഇതൊക്കെ കർത്താവ് പറയാണ്. ഇനി കർത്താവ് ഒന്നുകൂടി പറയുന്നുണ്ട്. അതുകൂടെ ശ്രദ്ധിച്ച് കേൾക്കുമ്പോഴാണ് നാം ഇപ്പോൾ എവിടെ എത്തിയാണ് നിൽക്കുന്നത്. അത് എസെക്കിയാ ആ വചനം തന്നെ. അവിടെ 49 തിരുവചനം കർത്താവ് പറയാണ്, പ്രബുദ്ധിയും ഭക്ഷ്യസമൃദ്ധിയും സമാധാനവും സ്വസ്ഥതയും ഉണ്ടായിരുന്നിട്ടും അവളും അവളുടെ പുത്രിമാരും നിർധനരെയും അഗതികളെയും തുണച്ചില്ല. അവർ ഗർഭിഷ്ഠരായിരുന്നു. എൻ്റെ മുമ്പിൽ അവർ മ്ലേച്ഛതകൾ പ്രവർത്തിച്ചു. അവർ എന്ന് പറയുമ്പോൾ എൻ്റെ മുമ്പിൽ കത്തോലിക്ക സഭ മ്ലേച്ഛത പ്രവർത്തിച്ചു എന്ന് തിരുത്തി വായിച്ച് പഠിക്കണം. എന്നാലും ഇതിനകത്തോട് വല്ലതും കയറുള്ളൂ. അല്ല, ഒന്നും കിട്ടത്തില്ല, ഒന്നും കയറില്ല. പ്രിയ സഹോദരനെ, വാണിംഗ് ആണ്. ഞാൻ ഒരു അന്ത്യശാസനം എന്ന നിലയിൽ, ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ കത്തോലിക്ക സഭയെ മൊത്തമായി, അത് ആഗോള കത്തോലിക്ക സഭ അടക്കമാണ്, 140 കോടി വരുന്ന ലോകത്തിലെ മുഴുവൻ കത്തോലിക്ക സഭയോടുമായിട്ട് ഞാൻ പറയുകയാണ് എന്ന് പറയുന്നത്. കർത്താവ് പറഞ്ഞ വചനത്തെ ആവർത്തിച്ച് പറഞ്ഞിട്ടാണ് പറയുന്നത്. ഞാൻ സ്വന്തമായി പറഞ്ഞതല്ല. എസെക്കിയാ 16 കാരണം നാം എല്ലാം പാമ്പ് എന്ന ആ സിമ്പിൾ രൂപത്തിൻ്റെ പാമ്പിൻ്റെ ചിന്തകളോ അടയാളങ്ങളോ ചലനങ്ങളോ കളറുകളോ നിറങ്ങളോ വസ്ത്രങ്ങളോ ഭക്ഷണമോ ആഡംബരമോ ഇഷ്ടമോ താല്പര്യമോ അയച്ചു കൊടുക്കുകയോ പണം മുടക്കുകയോ ശബ്ദിക്കുകയോ ശ്രദ്ധിക്കുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പണം മുടക്കുന്നുണ്ടെങ്കിൽ കർത്താവ് പറയണം, നിന്റെ ഭവനങ്ങൾ അവർ അഗ്നിക്കിരയാക്കും. അനേകം സ്ത്രീകളുടെ കൺമുൻപിൽ വെച്ച് നിന്റെ മേൽ അവർ ശിക്ഷാവിധി നടപ്പാകും. നിന്റെ വ്യഭിചാരം ഞാൻ അവസാനിപ്പിക്കും. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഇപ്പോൾ നടക്കുന്നത് എന്താണ്? കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പോലും വ്യഭിചാരം ചെയ്യപ്പെടുന്നു. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ വിശുദ്ധിയുടെ ആ ദൈവസ്നേഹത്തിൻ്റെ, ദൈവം അനുവദിച്ച വിവാഹബന്ധത്തിൽ ദൈവം അനുവദിച്ച ആത്മീയ തലത്തിലെ ബന്ധങ്ങളും സ്നേഹവും അതിൻ്റെ പ്രവൃത്തിയും ചിന്തകളും നടക്കേണ്ട സ്ഥാനത്ത് അവർ ദമ്പതികൾ മറ്റുള്ള എന്തൊക്കെയോ കണ്ടുകൊണ്ട് പാമ്പിൻ്റെ സിമ്പിളിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ കർത്താവ് പറയുന്നത്, നിന്റെ ഭവനങ്ങൾ അവർ അഗ്നിക്കിരയാകും. അനേകം സ്ത്രീകളുടെ കൺമുമ്പിൽ വെച്ച് നിന്റെ മേൽ അവർ ശിക്ഷാവിധി നടപ്പാകും. നിന്റെ വ്യഭിചാരം ഞാൻ അവസാനിപ്പിക്കും. ഇതിനൊരു അവസാനമുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മളൊക്കെ വിചാരിക്കും ഇതിങ്ങനെ കണ്ടു സുഖിച്ച് മതിച്ച് കാളക്കുട്ടനെ പോലെ ആട്ടുമുട്ടനെ പോലെ ഇങ്ങനെ മുന്നോട്ട് കുതിച്ച് തുള്ളിച്ചാടാം, ഏത് സീൽക്കാരവും അതിനുവേണ്ടി പുറപ്പെടുവിക്കാം. ഇതിനകത്ത് പറയുന്നത്, നിന്റെ സീൽക്കാരം, വ്യഭിചാര സ്വന്തമായ സീൽക്കാരം ഞാൻ അവസാനിപ്പിക്കുന്നു. എസെക്കിയാ പറഞ്ഞു. എസെക്കിയാ പ്രവാചകന്റെ പുസ്തകത്തിലാണ് ഈ ഇന്ന് കാണുന്ന ഈ ആധുനിക മ്ലേച്ഛതകൾ, സെക്സും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പൈശാചിക തിന്മകളുടെയും എല്ലാം വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന ഏക വചനഭാഗം എസെക്കിയാ പ്രവാചകന്റെ പുസ്തകം മാത്രമാണ്. ഇത് ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന് സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളും സംഭവിച്ചതിനെ പറ്റി കർത്താവ് എഴുതി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി ഏറ്റവും കൂടുതൽ വ്യക്തമായി എഴുതിയിരിക്കുന്ന ഭാഗം വെളിപാട് ഗ്രന്ഥത്തിലാണ്.
അതുകൊണ്ടാണ് വെളിപാട് 18:3 18:3 എന്താ പറഞ്ഞിരിക്കുന്നത്? അശുദ്ധവും അവൾ പിശാചുക്കളുടെ വാസസ്ഥലവും അശുദ്ധവും ഭീഭത്സവുമായ സകല പക്ഷികളെയും താവളമായി. എന്തെന്നാൽ വ്യഭിചാരത്തിൽ ദുർഭൂതം നിങ്ങളിൽ വസിക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരികെ പോകാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? നിങ്ങൾക്ക് ശരിയായ പശ്ചാത്താപവും അനുതാപവും ഉണ്ടായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് കർത്താവെ കരുണയായിരിക്കണമേ, ക്ഷമിക്കണമേ എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. കാരണം നിങ്ങളുടെ ഹൃദയത്തിൽ വ്യഭിചാര ദുർഭൂതം കുടികൊള്ളുന്നുവെന്ന് ഹോസിയ പ്രവചന പുസ്തകം 3:4 എഴുതി വെച്ചിട്ടുണ്ട്. അതിലൂടെയാണ് കടന്നു ലോകം അന്ത്യത്തിലേക്ക് എത്തിക്കുമ്പോൾ ഇനി റോബോട്ട് വിവാഹങ്ങൾ വരുന്നു, റോബോട്ട് സെക്സുകൾ വരുന്നു, അതിൻ്റെ ഉദ്ഘാടനവും എല്ലാം കഴിഞ്ഞ് വരുവാണ്. ഇനി നമ്മൾ പോകുന്നത് യുഗാന്ത്യത്തിലേക്കാണ്, ലോക അവസാനത്തിലേക്കാണ്, ആഗോള യുദ്ധത്തിലേക്കാണ്. പുടിൻ ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ റഷ്യൻ പ്രസിഡന്റ് വന്നിട്ട് പോയതൊക്കെ നമ്മൾ വാർത്തയിൽ കേൾക്കുന്നുണ്ട്. എന്താണ്? ഗ്രഹിച്ചാൽ ദാനിയേൽ പ്രവചനം ഉത്തരദേശത്തെ രാജാവ് ദക്ഷിണദേശത്തെ രാജാവിനെതിരെ വരും. ആരാണ് ഉത്തരദേശത്തെ രാജാവ്? റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ് ഉത്തരദേശത്തെ രാജാവ്. ദക്ഷിണദേശത്തെ രാജാവിനെതിരെ ഒരു വരവുണ്ട്. അതിനകത്ത് ആ വരവിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് വെളിപാട് എസ്കേൽ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വചനം മുതലെടുത്ത് വായിച്ചു. വെളിപാടിൽ പറയപ്പെട്ട എസ്കേൽ 16 വ്യക്തമെടുത്ത് വെച്ച് വായിക്കുക. നിങ്ങളെടുത്ത് വായിച്ച് പഠിക്കുക. പഠിച്ചോ ഇല്ല, പഠിച്ചില്ലെങ്കിൽ കഥമാണ് നിന്റെ ഭവനങ്ങൾ അതിന് മുഴുവൻ അവർ നിന്നെ നഗ്നയും അനാവൃതിയുമാക്കി ഉപേക്ഷിക്കും. അവർ നിനക്കെതിരെ സൈന്യത്തെ അണിനിരത്തും. അവർ നിന്നെ കല്ലെറിയുകയും വാളുകൊണ്ട് വെട്ടിനുറുക്കുകയും ചെയ്യും. വെട്ടിക്കൊല്ലും. കത്തോലിക്ക സഭയിലെ എല്ലാ ജനങ്ങളും വെട്ടിക്കൊല്ലപ്പെടും. ഒറ്റ സംശയം വേണ്ട. മുന്നറിയിപ്പ് രീതിയിൽ പ്രവചിച്ച് ഞാൻ പറയുക, കൊല്ലപ്പെടും. കാരണം അങ്ങോട്ടാണ് പോകുന്നത്. കാരണം എന്താ? ഇത് ഈ ഇപ്പൊ സംഭവിക്കുന്നത് എന്താണ്? എല്ലാവരുടെയും കഴുത്തിലും കണ്ണിലും കാതിലും പാമ്പ് ചുറ്റി വെച്ചിരിക്കുക. ചുറ്റപ്പെടാത്ത എത്ര പേരുണ്ടോ പരിശോധിച്ചോ? രക്ഷപ്പെടാൻ പറ്റുന്നത് രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ക്ലാസ് ഒന്നും എടുത്തിട്ട് നിങ്ങൾ ഒരു അച്ഛന്മാരും ഒരു മെത്രാന്മാരും ഒരു സഭയും നിങ്ങളെ ഒരുക്കൊന്നും ആരും വിചാരിച്ചേക്കരുത്. നടക്കില്ല, ചെയ്യില്ല, പറയില്ല, അറിയില്ല, പറയില്ല. ആരും നിങ്ങൾ നയിച്ചു കത്തോലിക്ക സഭയിൽ ക്രിസ്ത്യാനി നയിച്ചാൽ ആർക്കെന്ത് ചെയ്തോ? 10,000 ലക്ഷങ്ങളോ പോയി ചാകട്ടെ, പോയി നരകത്തിലേക്കോ പാതാളത്തിലേക്കോ പോട്ടെ, ആർക്കെന്ത് ചെയ്തു? ഒന്നും പഠിപ്പിച്ചാൽ രക്ഷപ്പെടില്ലേ? രക്ഷപ്പെടരുത്. അതുകൊണ്ട് ഈ ഇലക്ഷനെയൊക്കെ നോക്കിക്കാണുക, ഈ കാലഘട്ടത്തെ നോക്കിക്കാണുക. പാമ്പ് കഴുത്തിലുണ്ടോ, കണ്ണിലുണ്ടോ, കാതിലുണ്ടോ ചിന്തിക്കുക. എൻ്റെ മൊബൈൽ ഫോണിൽ ഏതെങ്കിലും പാമ്പിൻ്റെ സിമ്പലുകൾ ഉണ്ടോ? ശ്രദ്ധിച്ചോ, സൂക്ഷിച്ചോ. ഇല്ലെങ്കിൽ കഥാപരണം അവർ നിന്നെ നഗ്നയും അനാവൃതിയുമാക്കി ഉപേക്ഷിക്കുകയും അവർ നിനക്കെതിരെ സൈന്യത്തെ അണിനിർത്തുകയും ചെയ്യും. അവർ നിന്നെ കല്ലെറിയും വാളുകൊണ്ട് വെട്ടിനുറുക്കുകയും ചെയ്യും. എസ്കേൽ 16:40 എടുത്ത് വായിക്കണം പ്രിയ സഹോദരൻ. നിനക്കെതിരെ നിന്റെ മൊബൈൽ ഫോൺ നിനക്കെതിരെ സാക്ഷ്യമാകും. ഹബക്കൂക്ക് പറയുന്നുണ്ട്, ഭിത്തിയിൽ നിന്ന് കല്ലുകൾ വിളിച്ചു പറയും, മേൽക്കൂരിൻ തുലാം മറുപടി പറയും. നീ കണ്ടതും കേട്ടതിനും മുഴുവനും കർത്താവിൻ്റെ മുമ്പിൽ കണക്ക് വെക്കണം. ഈ മൊബൈൽ ഫോണിൽ ഇടുന്ന പൈസ നിനക്കെതിരെ സാക്ഷ്യമായിരിക്കും. നിന്റെ അന്ത്യവിധിയിൽ നീ ഉപയോഗിച്ച പണത്തിന്റെ കണക്ക് നിന്റെ മുമ്പിൽ കർത്താവ് വായിച്ചു കേൾപ്പിക്കും. ഹല്ലേലൂയ, ആമേൻ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സെക്സ് എന്ന വിഷയത്തെ എങ്ങനെ നോക്കിക്കണ്ട് പഠിക്കാൻ പറ്റുമോ പഠിച്ചോണം. സെക്സ് സാത്താൻ്റെതാണ്, അത് നമുക്കുള്ളതല്ല. വിവാഹത്തിൽ ഉള്ള പ്രവൃത്തിയുടെ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയുമാണ് വിവാഹത്തിൽ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും. എന്നാൽ അതിന് പുറത്തുള്ള ഭാര്യയും ഭർത്താവുമായ, അത് ക്രിസ്ത്യൻ പുരുഷനും ക്രിസ്ത്യൻ സ്ത്രീയുമായ ഭാര്യയും ഭർത്താവും ആയിരിക്കണം. അല്ലാതെ അന്യമതത്തിൽപ്പെട്ട ഒരു സ്ത്രീയോ പുരുഷനോ തമ്മിൽ വിവാഹം കഴിച്ചാലും ഭാര്യ ഭർത്താക്കന്മാരാവുകയില്ല. അന്യ സ്ത്രീയും അന്യ പുരുഷനും കത്തോലിക്ക സഭയിലെ മതവിഭാഗത്തിൽ നിന്ന് അല്ലാതെയുള്ള ഒരു പുരുഷനോ ഒരു സ്ത്രീയോ തമ്മിലുള്ള വിവാഹവും ദൈവത്തിൻ്റെ മുമ്പിൽ നീതീകരണപ്പെടുന്നില്ല. അല്ലെങ്കിൽ അവർ മാമോദിസ സ്വീകരിച്ച് യേശുവിൻ്റെ മകനും മകളുമായിട്ട് മാറണം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ് കർത്താവിൻ്റെ ആ നാമത്തിൽ വരുന്ന ഭാര്യയും ഭർത്താവും സ്ത്രീയും പുരുഷനുമായിരിക്കും. അത് സ്ത്രീയും തമ്മിലോ പുരുഷനും തമ്മിലോ ലിവിങ് ടുഗദറോ ഒന്നുമല്ല. ബാക്കിയുള്ള എല്ലാം എന്താണ്? പാമ്പാണ്. ഓർത്തോണം. കാരണം ഇതിന് ശിക്ഷ അതിഭയാനമായിരിക്കും. ഞാനിത് ഊന്നി പറയാൻ കാരണം, നാം ലോകത്തിൻ്റെ അന്ത്യത്തിലേക്കും യുഗത്തിൻ്റെ അവസാനത്തിലേക്കും എത്തപ്പെടുമ്പോൾ ലോകം നശിക്കാൻ ആരംഭിച്ചത് സെക്സിലൂടെയാണ്. അതായത് ആ പറുദീസയിൽ ഹവ്വ കാണിച്ച പണി. ആ പണിയുടെ
ബാക്കി ഭാഗം ഇപ്പോൾ എല്ലാവരും കൂടി കാണിക്കുകയാണ്. അപ്പോൾ എന്താണ് അതിന് യുഗം? അതുകൊണ്ടാണ് ലോത്തിന്റെ നാളിൽ സംഭവിച്ച സംഭവങ്ങൾ ഇന്ന് ലോകത്ത് അരങ്ങേറുമ്പോൾ ഉടൻ തന്നെ ആണവ യുദ്ധം നമ്മുടെ തലയ്ക്ക് മുകളിലുണ്ട്. അതുകൊണ്ടാണ് പുട്ടിന്റെ ഏറ്റവും ഭീകരമായ ആണവ ബോംബിനെ കുറിച്ച് വാർത്തകൾ നമ്മൾ കേൾക്കുന്നത്. എന്താണ് വാർത്തകൾ കേൾക്കുന്നത്? ആണവ റിയാക്ടർ പ്രവർത്തിക്കുന്ന അന്തർവാഹിനി കടലിൻ്റെ അടിയിൽ കൂടെ പോയി ഏതെങ്കിലും രാഷ്ട്രത്തിൻ്റെ കടൽ തീരത്ത് പോയി ഒരു പൊട്ടിച്ചാൽ, റിമോട്ട് കൺട്രോൾ പൊട്ടിച്ചാൽ ആ സമുദ്രത്തിലെ തിരമാലയിൽ കൂടെ വരുന്ന ആണവ വികിരണം ആ പ്രദേശം മുഴുവനും, ആ രാഷ്ട്രം മുഴുവനും, ആ ഭൂഖണ്ഡം മുഴുവനും നിറയുകയും മരണം, എല്ലാ മനുഷ്യരും പിടഞ്ഞു മരിക്കും. ഇതിനെല്ലാം സജ്ജീകൃതമായ, അതായത് സോദോം ഗോമോറയിൽ സർവശക്തനാദൈവം തീയും ഗന്ധവും ഇറക്കിയതുപോലെ തന്നെ അതിനേക്കാൾ 10 മടങ്ങ്, 10,000 മടങ്ങ്, 1,00,000 മടങ്ങ് ശക്തിയുള്ള ആണവ ബോംബുകൾ ഈ വ്യഭിചാര സംബന്ധമായ പ്രശ്നങ്ങൾ നടക്കുന്ന വീട്, രാജ്യം, ലോകം, സഭ എവിടെയുമായിക്കോട്ടെ, ഭൂമിയുടെ എല്ലാ ഭാഗത്തും എവിടെയുമായിക്കോട്ടെ, അവിടെ സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തമായ ഒരു പ്രവൃത്തി ഉണ്ടാവും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് എന്താണ്? അവർ നിന്നെ കല്ലെറിയുകയും വാളുകൊണ്ട് വെട്ടി നുറുക്കുകയും ചെയ്യും. ഈ വാളുകൊണ്ട് വെട്ടി നുറുക്കുന്നത് നമുക്കറിയാം, അന്ന് വാളായിരുന്നു. ഇന്ന് ആരും വാളുകൊണ്ട് വെട്ടി നുറുക്കാൻ വരുമോ? ഇന്ന് ഒരു ഷെല്ല് പോലത്തെ സാധനമുണ്ട്, ചെറിയ ബോംബുകൾ. അത് പൂത്തിരി പോലെ അങ്ങ് വീഴും, ചെതറി വീഴും. അത് വീഴുന്ന പൊട്ടുന്നിടത്തെല്ലാം മനുഷ്യ ശരീരം ചിന്ന ഭിന്നമായി പോകും. വാളുകൊണ്ട് വെട്ടി നുറുക്കുന്ന പോലെ തന്നെ ഇരിക്കും. ഷെല്ലാക്രമത്തിൽ നമുക്കറിയാം, പൂഞ്ച് ജില്ലയിൽ ഷെല്ലാക്രമണത്തിൽ 2 ഭീകരർ കൊല്ലപ്പെട്ടെന്നൊക്കെ വാർത്ത കേൾക്കുന്നുണ്ട്. ഷെല്ലെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് പൊട്ടിത്തെറിച്ച കുപ്പിച്ചില്ലുകൾ മനുഷ്യ ശരീരത്തിലേക്ക് തറഞ്ഞു കയറും. ശരീരം കഷ്ണമായിട്ട് മുറിയും, വെട്ടുന്ന പോലെ തന്നെ മുറിയും. പിന്നെ അണുബോംബിൻ്റെയൊക്കെ പ്രകടനം വേറെ. ഇതെല്ലാം വ്യക്തമായിട്ട് അതേപോലെ തന്നെ ഇന്നും എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ജ്ഞാനമില്ല, സഭയ്ക്കോ ബുദ്ധിയും ബോധവും ഇല്ല, ഇതൊന്നും പഠിപ്പിക്കത്തുമില്ല, അവർക്കൊട്ട് അറിയത്തുമില്ല, അവരിട്ട് പറയത്തുമില്ല, അവരിട്ട് കേൾക്കത്തുമില്ല, അവരിട്ട് ഒരുങ്ങുകയില്ല. അതുകൊണ്ട് ഇതാ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവചന രൂപത്തിൽ നിങ്ങൾ പറയുകയാണ്. പ്രിയ സഹോദരങ്ങളെ, യെശയ്യാ പ്രവാചന പുസ്തകം 16-ാം അധ്യായം എടുത്തു വെച്ച് വായിക്കണം. അവിടെ വായിച്ച് കർത്താവ് പറയാണ്, യെശയ്യാ 16:30 പറയാണ്, ലജ്ജയില്ലാത്ത വേശ്യയെ പോലെ നീ ചെയ്യുന്ന ഈ പ്രവൃത്തികൾ നീ എത്ര കാമാതുരിയാണെന്ന് വ്യക്തമാക്കുന്നു. കാമത്തിൻ്റെ പുറകെ ജെറമ്യാ പ്രവചന പുസ്തകം 52:7 പറയുന്നുണ്ട്, ഈ ഭോഗാസക്തിയിൽ മാതഭാവം വീഞ്ഞു കുടിച്ച് ലോകത്തിന് ഭ്രാന്ത് പിടിച്ചെന്ന് എഴുതി വെച്ചിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ക്ലാസ് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ എന്താണ് സെക്സും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, വിവാഹവും യേശുക്രിസ്തു തന്ന വിവാഹവും വിവാഹത്തിലെ പ്രവൃത്തികളും എന്തൊക്കെയാണ് എന്ന് വളരെ സുവ്യക്തമായിട്ട് പഠിച്ചിട്ട് ചെയ്യണമെങ്കിൽ ചെയ്തു. വളരെ സുവ്യക്തമാണ്, വേർതിരിച്ച് പഠിക്കണം, വേർതിരിച്ച്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ക്ലാസ് ഇത്ര വ്യക്തമായിട്ട് എടുത്ത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്ത്യൻ സഭാവിഭാഗത്തിൽപ്പെട്ട എല്ലാവരും, ഈ ലോകത്തിലെ 140 കോടി വരുന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് പറഞ്ഞത്. കത്തോലിക്ക സഭ ഒരു സെക്സ് പുസ്തകം പറഞ്ഞ് തന്നെ, ഒരു കത്തോലിക്ക സഭ ഒരു മതബോധന ഗ്രന്ഥം പറഞ്ഞ് നമ്മൾ മതബോധന ഗ്രന്ഥം കേൾക്കാറുണ്ട്. എന്നപോലെ കത്തോലിക്ക സഭയ്ക്ക് ഒരു സെക്സ് പുസ്തകം പറഞ്ഞൊരു പുസ്തകം തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. കർത്താവിൻ്റെ വെളിപ്പെടുത്തൽ പ്രബോധനങ്ങൾ. ഈ വിഷയത്തെ സംബന്ധിച്ച് മനുഷ്യന് ഏതെല്ലാം ജ്ഞാനത്തിന് തലമുണ്ടായിരിക്കണം, ഏതെല്ലാം അറിവിൻ്റെ തലമുണ്ടായിരിക്കണം, ഏതെല്ലാം അതീന്ദ്രിയ ജ്ഞാനത്തിന് ദൈവിക വെളിപ്പെടുത്തൽ ജ്ഞാനം ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ പിഴച്ചു പോകും, തെറ്റിപ്പോകും, നശിച്ചു പോകും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞേ, നിനക്കെതിരെ ഞാൻ സൈന്യത്തെ ഉപയോഗിക്കും. കാരണം ഇത് ചെറിയ കാര്യമല്ല. ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റവും ക്രോധം ജ്വലിപ്പിക്കുന്ന, ദൈവത്തിന് ഏറ്റവും ദേഷ്യമുള്ള, വെറുപ്പുള്ള സ്വർഗഭോഗങ്ങൾ, മൃഗഭോഗങ്ങൾ, അതുപോലെ ലിവിങ് ടുതറുകൾ, ഓൺലൈൻ സംവിധാനങ്ങൾ ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. വ്യഭിചാരശാലകൾ, പുരുഷവേശികൾ, സ്ത്രീവേശികൾ ലോകം മുഴുവനും നിറഞ്ഞു നിറവരികയാണ്. ഇനി റോബോട്ട് വിവാഹങ്ങളൊക്കെ വരാൻ കിടക്കുന്നു. അപ്പോൾ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന ആണവ ആയുധത്തിൻ്റെ മൂർച്ചയും ശക്തിയും അത് തൊട്ടു പിന്നാലെയുണ്ട്. അത് കർത്താവ് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇതങ്ങ് നിറഞ്ഞു കഴിയുമ്പോൾ അതങ്ങ് പൊട്ടും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ സഹോദരനെ, പ്രിയപ്പെട്ട കത്തോലിക്ക സഭയെ ഞാൻ പ്രത്യേകം പറയുകയാണ്, സഭയിലെ മെത്രാന്മാരും വൈദികരും വചനപോഷകരും ഈ ക്ലാസ്, എൻ്റെ ക്ലാസ് കേട്ട് ഇതിൻ്റെ ഡിവൈഡേഷൻ ജനത്തിന് പറഞ്ഞു കൊടുത്ത് ഒരുക്കിയാൽ ഒരാൾ രക്ഷപ്പെട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, കർത്താവ് പറയണ, നിന്റെ വ്യഭിചാരം ഞാൻ അവസാനിപ്പിക്കും. ഇതിനൊരു അവസാനമുണ്ട്. എന്നും കണ്ട് സുഖിച്ച് രസിച്ച് ആനന്ദിച്ച് കർത്താവിനെ വേദനിപ്പിച്ച് മുന്നോട്ട് പോകാനുള്ളതല്ല. വിവാഹം എന്ന ആ വിശുദ്ധി നിറഞ്ഞ പവിത്രവും പരമപരിശുദ്ധവും സർവശക്തനായ ദൈവത്താൽ
സ്പർശിച്ചതും ദൈവം തൊട്ടതും അനുഗ്രഹിച്ചതും കർത്താവ് സംരക്ഷിക്കുന്നതും യേശുക്രിസ്തു പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചതുമായ വിവാഹത്തിൻ്റെ മഹത്വത്തെ ഗ്രഹിച്ചുകൊണ്ട് അതിൻ്റെ പരിഭാവനതയെ മാത്രം ലക്ഷ്യം വെച്ച് അതിനുവേണ്ടി മാത്രമായി കൈകാര്യം ചെയ്ത് അതിനുവേണ്ടി മാത്രമായിട്ട് ഉപയോഗിച്ച് വളരെ ഭയഭക്തി ബഹുമാനത്തോടെ വിശ്വാസത്തോടെ വിശുദ്ധിയോടെ ജ്ഞാനത്തോടെ വിവേകത്തോടെ സത്യസന്ധതയോടെ നീതിബോധത്തോടെ പ്രവർത്തിക്കുന്ന വിവാഹത്തിന് വിരുദ്ധമായി എന്തെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്ത് ആര് കണ്ടാലും ഹല്ലേലൂയ, കർത്താവിന് നിന്നെ ഞാൻ വെട്ടി നുറുക്കും, വാളുകൊണ്ട് വെട്ടി നുറുക്കുന്ന കർത്താവിന്. ഹല്ലേലൂയ. പ്രിയ സഹോദരരെ, അതുകൊണ്ട് ഇനി നിങ്ങളുടെ കണ്ണുകൾ എന്തിന് കാണുന്നു, എങ്ങോട്ട് നോക്കുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് സൂക്ഷിച്ചോ. തൊട്ടു പുറകെയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പും നമ്മുടെ അന്ത്യവിധിയുടെ അവസാന തെരഞ്ഞെടുപ്പാണ്. കത്തോലിക്ക സഭയുടെ ശൂന്യതയിലേക്ക്, നാശത്തിലേക്ക്, അന്ത്യത്തിലേക്ക് പോകുന്ന ഈ തെരഞ്ഞെടുപ്പായിരിക്കും. കാരണം ലോകം അതിൻ്റെ അന്ത്യത്തിലേക്കാണ്. കാലം തീരുകയാണ്. നമ്മളെ അങ്ങ് രക്ഷിക്കാൻ, നമ്മളെ അങ്ങ് ഭംഗിയായിട്ട് ഇങ്ങനെ പുതപ്പിച്ചുകൊണ്ട് കിടത്തുന്നൊന്നും ആരും വിചാരിക്കേണ്ട. തീരാൻ പോവുക കാര്യം. അതുകൊണ്ട് രണ്ടിലൊന്ന് തീരുമാനം ഇപ്പോൾ എടുത്തോണം. പ്രിയപ്പെട്ട കത്തോലിക്ക സഭയെ, രണ്ടിലൊന്ന് തീരുമാനം എടുത്തോ. കർത്താവ് തൻ്റെ ആയുധം വാളും കൊണ്ട് വരുന്നുണ്ട്. അതിനു മുമ്പ് രക്ഷ വേണോ? ക്രിസ്തുവില്ല എന്ന് പറഞ്ഞ് നാക്ക് നീട്ടി കുർബാന സ്വീകരിച്ചാൽ മാത്രം രക്ഷപ്പെടുന്നല്ല ക്രിസ്ത്യാനി. അവന് ത്രിതല ജ്ഞാനം ഉണ്ടായിരിക്കണം, ത്രിതല വിശുദ്ധി വേണം, ത്രിതല പ്രബോധന ജ്ഞാനം വേണം. അല്ലെങ്കിൽ നീ ശൂന്യമായി പോവും, നീ നശിച്ചു പോവും. കർത്താവ് പറഞ്ഞ പോലെ നിന്റെ വ്യഭിചാരാസക്തി ഞാൻ നശിപ്പിക്കും, നിന്റെ ഉന്നത മണ്ഡപങ്ങൾ ഞാൻ തകർക്കും, നിന്റെ ഭദ്രദീപങ്ങൾ തട്ടിമുറിക്കും. ആഗോള യുദ്ധത്തിൻ്റെ ആരവം, അതിൻ്റെ ഒരുക്കം ലോകത്തിൻ്റെ അണിയറയിൽ നടക്കുന്നുണ്ട് പ്രിയ സഹോദരൻ. അത് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ യന്ത്രങ്ങളുണ്ടല്ലോ, ഈ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഈ ടെലിവിഷനിലും കമ്പ്യൂട്ടറുകളും എല്ലാം, അതിൻ്റെ പവിത്രത അതുകൊണ്ട് വെഞ്ചരിച്ച് വിശുദ്ധിയോടെ ഉപയോഗിക്കുക. കർത്താവിൻ്റെ വചനം കേൾക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. കർത്താവിൻ്റെ വചനം മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. മറ്റുള്ള കാര്യങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളാം. അത്യാവശ്യം ഒരു കോളിംഗ് വന്നാൽ എടുക്കാം, അല്ലെങ്കിൽ അത്യാവശ്യം വന്നാൽ ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കാം. പെട്ടെന്ന് കാര്യം സംസാരിക്കാൻ വേണ്ടി മാത്രം. മറ്റൊരു കാര്യത്തിനും ഉപയോഗിക്കാത്ത വിധം ഇതിനൊക്കെ ക്രമീകരിച്ചോ. ഇല്ലെങ്കിൽ പേജർ ബോംബുകൾ പൊട്ടിത്തെറിച്ചെന്നും പറഞ്ഞ് ഹമാസിൻ്റെ കയ്യിലിരുന്ന് ഇതൊക്കെ പൊട്ടിത്തെറിച്ചതുപോലെ നമ്മുടെ കയ്യിലിരുന്ന് പൊട്ടിത്തെറിക്കുന്ന സമയം വിദൂരമല്ലെന്ന് ഓർക്കണം. ഹല്ലേലൂയ. പ്രത്യേകിച്ചും ഇനി പുതിയ മൊബൈൽ ഫോണുകൾ വരുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മുഴുവനും പരിസരത്ത് ഈച്ച പറന്നുള്ള ശബ്ദവും ഈച്ച പറക്കുന്നത് പോലും കാണാവുന്ന രീതിയിൽ, മറ്റുള്ളവർക്ക് കാണാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്വകാര്യ ജീവിതവും വിശുദ്ധ ജീവിതവും നഷ്ടപ്പെടുമ്പോൾ, നമ്മുടെ സംരക്ഷണ കോട്ട തകർന്നു പോകുമ്പോൾ നാം നിത്യശൂന്യത്തിലേക്ക് പോകാനുള്ളതല്ല, നിത്യവിശുദ്ധിയിലേക്ക്, നിത്യജീവനിലേക്ക്, നിത്യസന്തോഷത്തിലേക്ക്, നിത്യ ആനന്ദത്തിലേക്ക്, ക്രിസ്തുവിന് കൂടെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് യേശുവിന് കൂടെ നിത്യജീവൻ, ആ നിത്യജീവൻ നിത്യസന്തോഷത്തിലേക്ക് അങ്ങോട്ട് പോകാനുള്ളവരാണ് നാം. അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ഒരുങ്ങേണ്ട സമയം കടന്നുപോയി, സമയം കഴിഞ്ഞുപോയി. വളരെ അത്യാസന്ന നിലയിലാണ് ലോകമുള്ളത്. അതുകൊണ്ട് പ്രിയ സഹോദരനെ, നിങ്ങൾ കഴിയുന്നതും വന്ന് ക്ലാസ് കേട്ട് വിശുദ്ധി പ്രാപിച്ച് ഒരുങ്ങിക്കോ. ഇതാ നമ്മുടെ അന്ത്യം നമ്മുടെ അടുത്തെത്തി കഴിഞ്ഞു. ഹല്ലേലൂയ. അതിനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരത്വം നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനം നമ്മളെ സംരക്ഷണ കോട്ടയൊരുക്കുമാറാകട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ജ്ഞാനത്തിൻ്റെ പ്രബോധനം തരുമാറാകട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമായ ശക്തി എന്നിൽ നിറയുമാറാകട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമായ ജ്ഞാനം എന്നിൽ കവിയുമാറാകട്ടെ. ആ ജ്ഞാനവും ശക്തിയും നീതിയും മറ്റുള്ളവർ കൊടുക്കാൻ ശക്തമായ ഒരു ആത്മീയ അഭിഷേക ശക്തി നമ്മൾ നിറയുമാറാകട്ടെ. അതിനായി നമ്മെ ഓരോരുത്തരും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.